നമസ്കാരം, കേരള ന്യൂസിന്റെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് ഇനി സീപ്ലെയിനും. നവംബർ 11-ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. കൊച്ചിയിൽ നിന്ന് മാട്ടുപ്പെട്ടിയിലേക്കാണ് ആദ്യ സർവീസ്. സംരംഭകത്വ വികസനത്തിനായുള്ള ഗ്രോത്ത് പൾസ് പരിശീലന പരിപാടിയുമായി കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പ് സ്ഥാപനമായ കീഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, GST ആൻഡ് ടാക്സേഷൻ, ഓപ്പറേഷണൽ എക്സലൻസ്, സെയിൽസ് പ്രോസസ് ആൻഡ് ടീം മാനേജ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നൽകും. കീഡിന്റെ വെബ്സൈറ്റിലൂടെ നവംബർ 14-ന് മുമ്പ് അപേക്ഷ സമർപ്പിക്കണം. കൈകൊണ്ട് എഴുതിയ വലിപ്പം കൂടിയ ഖുർആൻ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പ്രദർശിപ്പിച്ച് മലപ്പുറം തിരൂരങ്ങാടി ചെറുമുക്ക് സ്വദേശി മുഹമ്മദ് ജസീം 1106 മീറ്റർ നീളമുള്ള കൈയെഴുത്തു പ്രതി ഗിന്നസ് റെക്കോർഡിനും അർഹമായിട്ടുണ്ട്. കണ്ണൂർ കയാക്കത്തോൺ നവംബർ 24-ന് നടക്കും. കണ്ണൂർ DTPC, കേന്ദ്ര ടൂറിസം മന്ത്രാലയം കൊച്ചി ഓഫീസ്, കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷണൽ സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് കയാക്കത്തോൺ സംഘടിപ്പിക്കുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി സിംഗിൾ, ഡബിൾസ് കയാക്ക് മത്സരങ്ങൾ സംഘടിപ്പിക്കും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്നും പടിയിറങ്ങി DY ചന്ദ്രചൂഡ്. 2022 നവംബർ 9-നാണ് DY ചന്ദ്രചൂഡ് ഇന്ത്യയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത്. ഇനി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ചന്ദ്രചൂഡിന്റെ പിൻഗാമിയായി ചുമതലയേൽക്കും. അന്തർദേശീയ തിയേറ്റർ സ്കൂൾ ഫെസ്റ്റിവലിന്റെ 3ാം പതിപ്പ് 2025 ഫെബ്രുവരി 3 മുതൽ 8 വരെ തൃശൂരിൽ നടക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി Dr. R. ബിന്ദു. തിയേറ്ററും നൈതികതയും എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി അധ്യാപന ശാസ്ത്ര കാർണിവലായി ഫെസ്റ്റ് നടക്കും. കേരള സ്കൂൾ കായികമേളയിൽ 1887 പോയിന്റുമായി ഓവറോൾ കുതിപ്പ് തുടർന്ന് തിരുവനന്തപുരം ജില്ല. 767 പോയിന്റുമായി തൃശൂരാണ് രണ്ടാമത്. നിലവിൽ അത്ലറ്റിക്സിൽ 82 പോയിന്റുമായി മലപ്പുറവും ഗെയിംസിൽ 1203 പോയിന്റുമായി തിരുവനന്തപുരവും മുന്നിട്ട് നിൽക്കുന്നു. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.